ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയാണ് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി. ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നത് NIRFന്റെ റാങ്കിന്റെ അടിസ്ഥാനത്തിലാണ്. NIRFന്റെ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ 2024 ഓൾ ഇന്ത്യ ലെവലിൽ 8ാമത്തെ റാങ്ക് കിട്ടിയ യൂണിവേഴ്സിറ്റിയാണ് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി. അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ വിവിധ പ്രോഗ്രാമുകളിലോട്ടുള്ള അപേക്ഷ 2025 ഇപ്പോൾ സെപ്പറേറ്റ് ക്ഷണിച്ചിരിക്കുന്നു. ചില പ്രോഗ്രാംസ് CUETയുടെ അടിസ്ഥാനത്തിലാണ് എടുക്കുന്നത്. ചില പ്രോഗ്രാംസ് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി AMU തന്നെ കണ്ടക്ട് ചെയ്യുന്ന എൻട്രൻസ് ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് എടുക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ BSc നഴ്സിംഗും മറ്റു പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്തുകൊണ്ടൊരു കുട്ടി അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിലെ വൺ ഓഫ് ദ ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്ന ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ്. അവിടെ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്പോഷറും പിന്നെ വളരെ കുറഞ്ഞ ഫീസിൽ നമുക്ക് പഠിച്ചിറങ്ങാനും പറ്റും. അപ്പോൾ എക്സ്പോഷർ ഉണ്ടാവും. ഓൾ ഇന്ത്യ ലെവലിൽ സ്റ്റുഡൻസ് വന്ന് പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അലിഗർ. ഉത്തർപ്രദേശിലെ അലിഗറിൽ സ്ഥിതി ചെയ്യുന്ന അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ BSc നഴ്സിംഗിന് ടോട്ടൽ 45 + 10 സീറ്റ് സെൽഫ് ഫിനാൻസും ടോട്ടൽ 55 സീറ്റ്സ് ആണ് BSc നഴ്സിംഗിന് അവൈലബിൾ ആയിട്ടുള്ളത്. BSc നഴ്സിംഗിന്റെ ആപ്ലിക്കേഷൻ എല്ലാ പാരാമെഡിക്കലിന്റെ അല്ലെങ്കിൽ എല്ലാ അലിഗർ യൂണിവേഴ്സിറ്റിയിലെ എല്ലാ കോഴ്സുകളുടെയും ആപ്ലിക്കേഷൻ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ജാനുവരി 31 ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. എല്ലാവരും എന്ത് ചെയ്യുക, തെറ്റുകളും കാര്യങ്ങളൊന്നും കൂടാതെ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ AMUയുടെ ആപ്ലിക്കേഷൻ അപേക്ഷ നൽകുക. BSc നഴ്സിംഗിന്റെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ഏപ്രിൽ 22 മറ്റുള്ള പാരാമെഡിക്കൽ കോഴ്സുകളുടെ എക്സാം കണ്ടക്ട് ആകുന്നത് ഏപ്രിൽ 16 അപ്പോൾ ഈ 2 ഡേറ്റിലാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അതിന്റെ ഡേറ്റ് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ പ്രോസ്പെക്ടസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് AMUയുടെ സൈറ്റിൽ കയറി നോക്കണമെന്നുണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ BSc നഴ്സിംഗ് ടോട്ടൽ 55 സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. മറ്റുള്ള പാരാമെഡിക്കൽ കോഴ്സസ് എന്ന് പറയും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷ നൽകാൻ പറ്റും. മിനിമം ഏജ് എന്ന് പറയുന്നത് 17 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. പ്രോസ്പെക്ടസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. പാരാമെഡിക്കൽ കോഴ്സസിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ പാരാമെഡിക്കൽ കോഴ്സിൽ ഒരുപാട് വെറൈറ്റി ഓഫ് കോഴ്സസ് അവൈലബിൾ ആണ് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ. സീറ്റുകളുടെ എണ്ണം നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ 10, 15, 20 സീറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ. അതിൽ വരുന്ന ഒരു കോഴ്സാണ് റേഡിയോ തെറാപ്പി ടെക്നോളജി എന്ന് പറയും. ടോട്ടൽ 4 സീറ്റാണ് AMUയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ മറ്റ് കോഴ്സസ് എന്ന് പറയുമ്പോൾ ഒപ്റ്റോമെട്രി ടോട്ടൽ 25 സീറ്റ്, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി 35 സീറ്റ്, ഡയാലിസിസ് ടെക്നോളജി 20 സീറ്റ്, മെഡിക്കൽ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി 20 സീറ്റ്, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി 20 സീറ്റ്, അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി 20 സീറ്റ്. ഇങ്ങനെ ടോട്ടൽ ഇത്രയും കോഴ്സസിനായിട്ട് വളരെ കുറച്ച് സീറ്റ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു ഗംഭീര ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം കേരളത്തിൽ അഡ്മിഷൻ നോക്കുന്ന പോലെ തന്നെ നമുക്ക് സെപ്പറേറ്റ് കേരളത്തിൽ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് എടുക്കുന്നത്. അതേപോലെ AMUയിലാണെന്നുണ്ടെങ്കിൽ അവരെന്നെ കണ്ടക്ട് ചെയ്യുന്ന AMUയുടെ എൻട്രൻസ് ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് നഴ്സിംഗിനും പാരാമെഡിക്കൽ കോഴ്സസിനും അപേക്ഷ അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്നത്. AMUയുടെ എക്സാം കണ്ടക്ട് ചെയ്യുന്ന സ്ഥലം, എക്സാം സെന്റർ എന്ന് പറയുന്നത് AMUയുടെ മെയിൻ ക്യാമ്പസ് ആയിട്ടുള്ള അലിഗർ തന്നെയാണ്, ഉത്തർപ്രദേശിൽ. അപ്പോൾ അവിടെ പോയിട്ട് എക്സാം എഴുതണം. അതാണ് ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഇതിന്റെ എക്സാം പാറ്റേൺ എന്ന് പറയുമ്പോൾ 100 ചോദ്യങ്ങളാണ് ടോട്ടൽ ഉണ്ടാവുക. ആപ്റ്റിറ്റ്യൂഡ് ഓഫ് നഴ്സിംഗ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് 20 മാർക്ക് വെച്ചിട്ട് ഈച്ച് ടോട്ടൽ 100 മാർക്കിന് 2 മണിക്കൂറിന്റെ എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷേ ഈ എക്സാം നമ്മൾ എഴുതണം എന്നുണ്ടെങ്കിൽ അലിഗറിൽ പോയിട്ട് എക്സാം എഴുതണം. നഴ്സിംഗിനൊക്കെ അപേക്ഷ നൽകുന്ന കുട്ടികൾ മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം. എക്സാമിന് ആപ്ലിക്കേഷൻ കൊടുക്കുക. ആപ്ലിക്കേഷൻ ഡേറ്റ് ഒന്നുകൂടി പറയാം, ജാനുവരി 31 വരെയാണ്. അപ്പോൾ നമുക്ക് ലേറ്റ് ഫീസോ കാര്യങ്ങളൊന്നും ഇല്ലാതെ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, അപേക്ഷ കൊടുക്കുക. +2 കഴിഞ്ഞതിന് ശേഷം ഉന്നത വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് ചാനലിലും ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് +2 കഴിഞ്ഞതിന് ശേഷം ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റീസിനെ കുറിച്ചിട്ട് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഞങ്ങളെ കണക്ട് ചെയ്യാം.